ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഹാംസ്റ്റേഴ്സിനെ പറ്റിയിട്ട് അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ ഇടുന്നതാണ്. അപ്പം ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാംസ്റ്ററിൻ്റെ കേജ് സെറ്റ് ചെയ്യുന്ന വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിത് അന്ന് ഇതും മാത്രമേ നമ്മൾ വെച്ചിട്ടുണ്ട്, 2 ഹൈഡ് ഔട്ടേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ പുതിയ 2 എണ്ണം വന്നിട്ടുണ്ട്, 2 ഏറുമാടങ്ങൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊന്നും നമ്മൾ മേടിക്കുന്നതല്ല, എല്ലാം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന, എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സൈഡ് ഞാനൊരു ഒഴിവ് കൊടുത്ത് നമുക്കവിടെ ഇവരുടെ വീല് വയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് അന്ന് ഓർഡർ ചെയ്തിട്ട് ഇപ്പോഴാണ് നമുക്ക് സാധനം വന്നിട്ടുള്ളത്, ഇപ്പോഴാണ്. അപ്പം ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന വീല്. ഇത് സൈലൻ്റ് ആണ്, പക്ക സൈലൻ്റ് എന്ന് പറഞ്ഞാൽ പക്ക സൈലൻ്റ് വീലാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടേത് വൈറ്റ് ആണ് സാധനം. ഇത് ഈ ഒരു പ്ലെയിൻ ബോക്സിലാണ് നമ്മുടെ വീല് വരുന്നത്. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഗൈസ്, ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇത് നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്തതാണ്. കാരണം നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ, എന്ത് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഡാമേജസ് ഒന്നും ഇല്ലയെന്ന് ചെക്ക് ചെയ്യണമല്ലോ. അപ്പം നമ്മൾ അതുപോലെ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുന്നത്. ഇത് മൊത്തം പാക്ഡ് ആയിരുന്നു, വെൽ പാക്ഡ് ആയിരുന്നു, പക്കയായിട്ട് വെൽ പാക്ഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീല്. ഇങ്ങനെയല്ല കേട്ടോ, ഇതിന് എല്ലാത്തിനും ഓരോരോ കവർ ഉണ്ടായിരുന്നു. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനും സെപ്പറേറ്റ് കവർ ഉണ്ടായിരുന്നു, ബബിൾ റാപ്പ് ഉണ്ടായിരുന്നു. ഭയങ്കര സേഫായിട്ട് നല്ല പാക്കിങ്ങിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് നമ്മൾ എടുക്കാനുള്ള സൗകര്യത്തിന് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലാൻഡിങ് വരുന്നത്. ലാൻഡിങ് മീൻസ് ഇതിൻ്റെ മുകളിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഇവിടെയാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ് നമ്മളത് സെറ്റ് ചെയ്ത്. ഇവിടെ ഈ കണ്ടില്ല, ഇവിടെ ഇങ്ങനെ ഈ കുടുങ്ങിയിരിക്കുന്ന ടൈപ്പിലാണ്. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ അവിടെ അങ്ങോട്ട് ഹോൾഡായിട്ടിരിക്കും, പിന്നെ അത് വീഴത്തില്ല. ഇപ്പം നമുക്കിത് വെക്കണമെങ്കിൽ വെക്കാം, അതല്ല നമുക്കിത് ഇങ്ങനെ ഈ കൂടിന് മുകളിൽ ഹാങ് ചെയ്യണമെങ്കിൽ ഹാങ് ചെയ്യാം. അതിനുള്ളൊരു സൗകര്യമുണ്ട്. ഇപ്പം മീൻസ് ഇതിന് മുകളിൽ സൗകര്യം ഉണ്ടെന്നല്ല, ഇത് നമുക്ക് കണ്ടില്ല ഈ ഒരു ഹൈറ്റ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇത് ഹാങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൂടിന് മുകളിൽ അതിനുള്ള എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെറിയൊരു ജുഗാഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അതിന് മുകളിൽ ഹാങ് ചെയ്യാനും പറ്റും. അപ്പം നമ്മളിപ്പോൾ എന്തായാലും ആ സൈഡിൽ വെക്കാനാണ് പോകുന്നത്. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടില്ലേ, ഇതിപ്പം ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തതാ. ഇങ്ങനെയാണ് ഇത് ലോക്ക്. ഇതിന് കണ്ടോ, ബേസൊക്കെ നല്ല പക്ക ക്വാളിറ്റി സാധനമാണ്, നല്ല സ്പോഞ്ച് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇതിന് വേറെ സ്ക്രൂവോ കാര്യങ്ങളൊന്നുമില്ല. ഇത് സെറ്റ് ചെയ്യാൻ ഇത് നമ്മൾ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്, ഈ ക്ലിപ്പ് ഇതിനകത്തോട്ട് കുടുങ്ങി നിന്നോളും. ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു റഞ്ചും കൂടെ വേണം, അതും കൂടെ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ഇത്രയും സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. സോ നമ്മൾ അത് മാത്രമേ കീപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും സെറ്റ് ചെയ്യാം കേട്ടോ. എന്നാൽ അപ്പോൾ ആദ്യം നമ്മളിത് എടുക്കണം. ഇതിൽ ഫ്രണ്ടിൽ നമ്മൾ ഈ ഒരു ഷോർട്ടാണ് ഇടുന്നത്. ഈ ഒരു ഷോർട്ട്, ഇത് 2 ടൈപ്പ് സാധനം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വരും കേട്ടോ. ഈ 2 റിങ്ങുകൾ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2-ൽ ഇത് ഷോർട്ടാണ്, ഇത് ലോങ്. ഇത് ഇച്ചിരി നീളം കൂടുതലാണ്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഇച്ചിരി ഭയങ്കര നീളം കുറവാണ് സാധനം, ഇത് കുറവാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ ആദ്യം സെറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യുമ്പം പാടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അതിൻ്റെ ഫിക്സറിൻ്റെ കൂടെ വെച്ചിട്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിനുള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ കണ്ട് ഇതിവിടെ ഫിക്സായി. ആൻഡ് ദെൻ ഇത് മറച്ച് പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം ഇവിടെ വെച്ച് കൊടുക്കാം. ഇത് ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനകത്ത് കൂടെ ഉള്ളിലോട്ട് വയ്ക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നെട്ട് ഇട്ടിട്ട് ഇത് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് ടൈറ്റ് ചെയ്യാൻ പോവാണ്. ഇത് കുറച്ച് ടൈറ്റ് ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് ഫിക്സ് ആയിട്ടില്ല. നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കറക്കി ഇത് ടൈറ്റ് ആക്കി കൊടുക്കുക തന്നെ വേണം കേട്ടോ. നമ്മൾ ആദ്യം ഇടുമ്പോൾ ടൈറ്റ് ഉണ്ടാവും, കാരണം ഇത് നമ്മൾ തീരെ എടുക്കാത്ത ഒരു സാധനമല്ല, നമ്മൾ ആദ്യമായിട്ട് ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിന് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണേ. കണ്ടില്ലേ, അത് ടൈറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ടൂൾസൊക്കെ നമുക്കിതിൻ്റെ കൂടെ തന്നെ അവർ തരുന്നുണ്ട്. സോ നമുക്ക് അതിനായിട്ട് വേറെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഈസി അല്ലേ, നല്ല രീതിയിൽ, അതായത് ഇത് സ്റ്റേഡി ആയിട്ടിരിക്കണം, നല്ല രീതിയിൽ ഇത് നമ്മളെന്തെങ്കിലും ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കുന്ന രീതിയിൽ ടൈറ്റ് ചെയ്യരുത്. സോ അപ്പോൾ നമ്മളിത് ഓൾറെഡി നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് നമ്മളിങ്ങനെ അവിടെ വെച്ച് കൊടുക്കുക. ഇതിനകത്ത് കയറി ചുമ്മാ ജഗ പോകാമെന്ന് പറഞ്ഞാൽ ഓടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്.
അപ്പോൾ വീണ്ടും നമുക്ക് അടിപൊളി കിടിലമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.